ആർഎസ്എസിനോട് സമാധാനം പാലിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സിപിഐഎം പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്ന് കോടിയേരി. കുഴിച്ചാലിൽ മോഹനൻ വധക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പിടികൂടണം. ഇതിൻ്റെ പിന്നിൽ ആസൂത്രണം നടത്തിയവരെ, കോൺസ്പിറസി നടത്തിയവരെ കണ്ടെത്തണം. RSS നടത്തുന്ന ഈ പ്രചരണത്തെ തുറന്നു കാണിക്കാൻ CPIM ദേശവ്യാപകമായി തന്നെ ഇത്തരം സംഭവങ്ങളെ തുറന്നു കാട്ടുന്നൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CPM-നെതിരായ തുടർച്ചയായ ആക്രമണവും വെല്ലുവിളിയും നടത്തുന്ന RSSൻ്റെ സമീപനം അത് തിരുത്തിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണം. പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് കേരളത്തിലെ RSSകാർ ഉപദേശിക്കണം ഇത്തരം സംഭവങ്ങളിൽ പിന്തിരിയാൻ. സമാധാന ചർച്ചകൾക്ക് RSS മുൻകൈയെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ചർച്ചകൾക്ക് തയ്യാറുണ്ടെന്ന് RSS അറിയിച്ചാൽ മുഖ്യമന്ത്രി വേണ്ടത് ചെയ്യുമെന്നും കോടിയേരി പറഞ്ഞു. രാജഗോപാലൻ ഒരു RSSൻ്റെ ആളായിട്ട് ആരും കാണുന്നില്ല. രാജഗോപാലൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മുഖവിലേക്ക് എടുത്തുകൂടാ. RSSൻ്റെ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിക്കട്ടെ, മുഖ്യമന്ത്രിയെ സമീപിച്ച് സംസാരിക്കട്ടെ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിനുള്ള സംവിധാനം സ്വാഭാവികമായിട്ടുണ്ടാക്കും. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ചില മുൻകൈ എടുത്തിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് തലവൻ എന്നുള്ളതിൽ അദ്ദേഹം ഡൽഹിയിൽ പോയ സന്ദർഭത്തിൽ കേന്ദ്രമന്ത്രി അനന്ത്കുമാർ, അദ്ദേഹം ഒരു RSSകാരൻ കൂടിയാണ്, അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഞങ്ങൾ ഇതിനു വേണ്ടി മുൻകൈ എടുക്കാം. നിങ്ങളുടെ പാർട്ടിയുടെ RSSൻ്റെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ നിയോഗിക്കൂ, അവർ വരട്ടെ, ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാം. പക്ഷെ ഒരാളും വന്നില്ല. കണ്ണൂരിലെ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് MT രമേശ്. സമാധാനത്തിനായി ഭിക്ഷ യാചിച്ച് AKG സെന്ററിൽ പോകില്ലെന്ന് MT രമേശ് പറഞ്ഞു. കോടിയേരിയുടേത് മാടമ്പി ഭാഷയെന്നും MT രമേശ് കോഴിക്കോട് പ്രതികരിച്ചു. ബാർ ലൈസൻസ് അഴിമതിയിൽ K ബാബുവിനെ ചോദ്യം ചെയ്യും. ബാബു നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിജിലൻസ് നോട്ടീസ് നൽകി. വ്യവസായി VM രാധാകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത് പ്രമുഖ വ്യവസായി VM രാധാകൃഷ്ണനായിരുന്നു. പരാതിയിൽ ത്വരിത പരിശോധന നടത്തിയ വിജിലൻസ് സെൻട്രൽ റേഞ്ച് DYSP ഫിറോസ് ഷെറീഫ് ബാബുവിനെതിരെ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടർ നടപടികളെന്ന നിലയ്ക്കാണ് മുൻമന്ത്രി ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. നാളെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബാബുവിന് നോട്ടീസ് നൽകി. ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലും മന്ത്രി എന്ന നിലയിൽ ബാബു നേരിട്ടിടപെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്നായിരുന്നു പരാതി. ത്വരിത പരിശോധനയുടെ ഭാഗമായി ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാവ് ധനേഷ്, എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേരെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. ഇവർ നൽകിയ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം മഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ 6 വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചുമത്തിയത്. വനിതാ മാധ്യമപ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ വിജിലൻസ് കോടതി മുറിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷക അതിക്രമമുണ്ടായത്. സംഭവത്തിൽ കണ്ടാലറിയുന്ന ഒരു സംഘം അഭിഭാഷകർക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2 വനിതാ മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അസഭ്യവർഷം, ഭീഷണിപ്പെടുത്തൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി 6 വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ കാരണം അഭിഭാഷകർക്ക് നേരിട്ട് കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യമെടുക്കാൻ സാധിക്കൂ. കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി ആനേറ ഷാജി, രതിൻ, സുഭാഷ്, അരുൺ P. നായർ, LR രാഹുൽ എന്നിവർക്കും കണ്ടാലറിയുന്ന മറ്റ് 5 അഭിഭാഷകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ രതിൻ R, അരുൺ P. നായർ എന്നിവർ 2 കേസുകളിലും ഉൾപ്പെടുന്നു. മാധ്യമപ്രവർത്തകരുടെ 3 പരാതികളിന്മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭിഭാഷകർ ജുഡീഷ്യറിയെ പരിഹസിക്കുകയാണെന്ന് നിയമമന്ത്രി AK ബാലൻ. ഗവർണറുടെയും ചീഫ് ജസ്റ്റിസിന്റെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി അഭിഭാഷകർക്ക് അവസാന താക്കീത് നൽകി കഴിഞ്ഞതായും AK ബാലൻ കോഴിക്കോട് പ്രതികരിച്ചു. തൂക്കാൻ വിധിക്കാൻ പോലും അധികാരമുള്ള കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടുമുള്ള മോക്കറിയായിരിക്കും. ചീഫ് ജസ്റ്റിസ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല, ഗവർണർ വിചാരിച്ചിട്ട് കഴിയുന്നില്ല,
മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇനി പോകാൻ പറ്റില്ലത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയേണ്ട ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തി കഴിഞ്ഞത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വിവാദത്തിൽ കൺസൾട്ടൻസി കരാർ അഴിമതിക്ക് പുറമെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അനുമതി സംബന്ധിച്ചതും വിവാദമാകുന്നു. നിലവിലുള്ള ചട്ടങ്ങൾ മറികടന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി പ്രവർത്തിച്ചതെന്ന് ഉമ്മൻചാണ്ടി തന്നെ സമ്മതിക്കുന്നു. ഇത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും ആക്ഷേപമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ 12 കിലോമീറ്റർ മാത്രം അകലെ സർക്കാർ ചിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി സമ്പാദിച്ചതിനെക്കുറിച്ചാണ് വിജിലൻസ് പ്രധാനമായിട്ടും അന്വേഷിച്ചു വരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുള്ള ജില്ലകളിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി അനുവദിക്കാൻ പാടില്ല. എന്നാൽ മകനെ ആശുപത്രി MD ആക്കാനും അതോടൊപ്പം ബാറുടമകളടക്കമുള്ള ഒരു പറ്റം പേരെ ചേർത്ത് സർക്കാർ ചിലവിൽ സ്വകാര്യ ആശുപത്രി പണിയുന്നതിനുമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ശ്രമിച്ചത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഭാവിയിൽ വിവാദമാകുമെന്ന അപകടം മുന്നിൽ കണ്ട മുൻ മുഖ്യമന്ത്രി ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന ഒരു നോംസ് വെച്ചാൽ ഇവിടെ കോളേജ് വരില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മറവിൽ സർക്കാർ പണം ചിലവഴിച്ചതും വയൽ നികത്താൻ അനധികൃതമായി അംഗീകാരം വാങ്ങിയതും അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. അധികാര സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം നേട്ടങ്ങൾക്കായി സർക്കാർ പണം ചിലവഴിച്ചതും വിജിലൻസ് ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ രേഖകളാണിപ്പോൾ വിജിലൻസ് പരിശോധിച്ചു വരുന്നത്. ഇതിനുശേഷം MLA കൂടിയായ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വിജിലൻസ് വകുപ്പ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സർക്കാരിനെ വെല്ലുവിളിച്ച ചെന്നിത്തല തന്റെ ഒരു ബന്ധുവിനെയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരിടത്തും നിയമിച്ചിട്ടില്ല. ഇതിന്റെ പേരിൽ വ്യാജ പ്രചാരണമാണ് നടത്തുന്നത്. നിയമസഭയിൽ സ്വീകരിക്കേണ്ട തുടർ നടപടി നാളത്തെ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കുമെന്നും ചെന്നിത്തല പ്രതികരിച്ചു. എന്റെ ഒരു ബന്ധുവില്ല. വെറുതെ ആളുകളെ അപമാനിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ഗവൺമെന്റിനെ. എന്റെ ഏത് ബന്ധുവിനാണ് ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് നിയമനം കൊടുത്തത് തെളിയിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. വെറുതെ അനാവശ്യമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ്. ഇതൊക്കെ തെറ്റായ നടപടികളാണ്. അത് ജയരാജന്റെ രാജിയോടുകൂടി ഈ വഴിവെട്ട നിയമനം. സൗമ്യ കേസിൽ നിർണായക വാദം നാളെ സുപ്രീം കോടതിയിൽ നടക്കും. ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, പ്രഫുല്ല സിപ്പാന്ത്, യു ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് സൗമ്യ കേസിൽ നിർണായക വാദം കേൾക്കലിലേക്ക് കടക്കും. ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്നൊഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയിൽ ഇത് 2ാം ദിവസമാണ് വാദം നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. സൗമ്യയുടെ അമ്മ സുമതി ഗണേഷിനു വേണ്ടി മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ അശോക് ലൂതറയും വാദിക്കും. തൃശൂരിൽ നടന്ന വിചാരണയ്ക്കിടയിലും പിന്നീട് ഹൈക്കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന S സുരേഷൻ നടത്തിയ പ്രോസിക്യൂഷൻ വാദങ്ങളാണ് ഇപ്പോൾ സൗമ്യ കേസിൽ ഗോവിന്ദചാമിക്ക് അനുകൂലമായി സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. സൗമ്യ ചാടി രക്ഷപ്പെട്ടെന്ന സാക്ഷിമൊഴി പ്രോസിക്യൂഷൻ വിചാരണയ്ക്കിടയിൽ അംഗീകരിച്ചത് സുപ്രീം കോടതി കഴിഞ്ഞ തവണ ചൂണ്ടിക്കാട്ടി. ഇതുപ്രകാരമാണെങ്കിൽ സൗമ്യയെ ഗോവിന്ദചാമി തള്ളിയിട്ടു എന്ന് സംശയാതീതമായി ഉറപ്പിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കോടതിയുടെ സംശയം തീർക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമം. തള്ളിയിട്ടതാണെങ്കിലും സ്വയം ചാടിയതാണെങ്കിലും ഗോവിന്ദചാമിയാണ് കാരണക്കാരെന്നാണ് സർക്കാർ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുറ്റാന്വേഷണത്തിൽ രാഷ്ട്രീയമോ ഭരണപരമായുള്ള ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയിൽ യാതൊരു വഴിവിട്ട നീക്കങ്ങളും അനുവദിക്കില്ല. പോലീസ് സേനയിലെ പരിശീലന ക്രമം പരിഷ്കരിക്കും. സേനയിലെ വനിതാ പ്രാതിനിധ്യം 10% ഉയർത്താൻ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. മങ്ങാട്ടുപറമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റാന്വേഷണങ്ങളിൽ യാതൊരുവിധ ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഭരണപരമോ രാഷ്ട്രീയപരമോ ആയ തടസ്സപ്പെടുത്തലുകളോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെയാണ് പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാണ്.
14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ശാസ്ത്രീയ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നും പൂജാവധിയിലും നിർത്തിവെച്ച സഭാ സമ്മേളനമാണ് നാളെ പുനരാരംഭിക്കുന്നത്. ബന്ധുനിയമന വിവാദത്തിൽ ഇ.പി. ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും നിയമന വിവാദം ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം ആരോപണങ്ങൾക്ക് ശക്തമായ നടപടികൾ കൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതിരോധിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സർക്കാർ. സെപ്റ്റംബർ 26 ആരംഭിച്ച 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷമുയർത്തിയ പ്രതിഷേധ സമരത്തെ തുടർന്ന് നിരവധി തവണ സ്തംഭിച്ചിരുന്നു. ഒടുവിൽ എംഎൽഎമാരുടെ നിരാഹാര സമരം ആരംഭിച്ച് അത് ശക്തിപ്പെടുത്തി സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ഒരുങ്ങിയപ്പോൾ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ ഒക്ടോബർ 5-ന് പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ പുനരാരംഭിക്കുമ്പോൾ ഏത് വിഷയമുയർത്തി ഭരണപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. എങ്കിലും സ്വാശ്രയ വിഷയത്തിൽ സമരം തുടരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം എംഎൽഎമാർക്കും UDF-ലെ ഘടകകക്ഷികൾക്കുമുള്ളത്. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വഴിയില്ലാതെ അലയേണ്ടി വന്ന പശ്ചാത്തലം നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതേസമയം ബന്ധുനിയമന വിവാദമുയർത്തി സമരം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ബന്ധുനിയമന വിവാദത്തിൽ ഇ.പി. ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതിനാൽ സഭാ സമ്മേളനത്തിൽ വിഷയമുയർത്തി സഭ സ്തംഭിപ്പിക്കാനും പ്രതിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. കണ്ണൂരിലെ കൊലപാതകങ്ങൾ, സ്വാശ്രയ വിഷയം തുടങ്ങിയവയും മറ്റ് ദിവസങ്ങളിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം, ബന്ധുനിയമനം സംബന്ധിച്ച ചീഫ് സെക്രട്ടറി തല അന്വേഷണം ഇതൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കും. ഇ.പി. ജയരാജന്റെ രാജി നീളുമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഓർക്കാപ്പുറത്ത് അടികിട്ടിയത് സമരത്തിന്റെ ആക്കം കുറയുമെന്ന വിലയിരുത്തലുമുണ്ട്. 2016-17 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും 18, 19, 20 തീയതികളിലായി നടക്കും. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സർക്കാരിനെതിരെ പുതിയ വിഷയങ്ങൾ ഉന്നയിച്ചാവും പ്രതിപക്ഷം സഭയിലെത്തുക. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങൾക്കും ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പായിരിക്കും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നവംബർ 10-ന് സഭാ സമ്മേളനം അവസാനിക്കും. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാനു. വാർത്തകളിലേക്ക്. ബ്രിക്സ് ഉച്ചകോടിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന്റെ മാതൃത്വം പാകിസ്ഥാനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ തുടരുന്നത്. ബ്രിക്സ് രാജ്യങ്ങളുടെ 8ാമത് ഉച്ചകോടിയിലും ഇന്ത്യ ഊന്നൽ നൽകിയത് ഇതേ കാര്യത്തിനു തന്നെ. ഉച്ചകോടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ അയൽരാജ്യത്തിന് അവകാശപ്പെട്ടതാണ് ആഗോള ഭീകരവാദത്തിന്റെ മാതൃത്വം. അവർ തീവ്രവാദത്തെ പിന്തുണയ്ക്കുകയും വളർത്തുകയും ചെയ്യുന്നു. അയൽരാജ്യത്തിന്റെ പിന്തുണയോടെയുള്ള ഭീകരവാദം ഇന്ത്യയിലെ പൗരന്മാർക്ക് ഭീഷണിയാകുന്നു. ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വ്യാവസായിക സാമ്പത്തിക പുരോഗതിക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി ബ്രിക്സ് ബിസിനസ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള ഭീകരവാദത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര കൺവെൻഷന് വഴിയൊരുക്കാനും ഭീകരവാദത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്ന സംയുക്ത പ്രസ്താവന ബ്രിക്സ് വേദിയിൽ നിന്നു തന്നെ ഉണ്ടാക്കാനുമുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ബ്രിക്സ് രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാകും. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വ്യാപകമായി വെടിയുതിർത്തു. പുലർച്ചെ 5ഓടെ നൌഷേറ സെക്ടറിലെ 4 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈനികർക്ക് പരിക്കില്ല. പാക് അധീന കശ്മീരിലെ മിന്നലാക്രമണത്തിന് ശേഷം വ്യാപക വെടിനിർത്തൽ കരാർ ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാക് സൈന്യം തുടർച്ചയായി കരാർ ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കൂടുതൽ BSF-നെ വിന്യസിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ വസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി ഊർജിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആചാരങ്ങൾക്ക് മാറ്റമുണ്ടായത് നിയമനിർമ്മാണത്തിലൂടെയാണ്. സ്ത്രീകൾ ഒരു കാലത്ത് ശബരിമലയിൽ പോവാതിരുന്നത് വന്യമൃഗങ്ങളെ ഭയന്നാണ്. പഴമുറം കൊണ്ട് സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. കാലങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരം മാറ്റങ്ങളുടെ മുന്നിൽ ഈ പഴമുറം കൊണ്ട് സൂര്യപ്രകാശത്തെ തടയാൻ ശ്രമിക്കുന്നത് പോലെ ഒന്നും തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കില്ല. ലോകം മാറുമ്പോൾ കാലം മാറും. കാലം മാറുമ്പോൾ തെറ്റായിട്ടുള്ള ആചാരങ്ങൾ മാറും, തെറ്റായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ മാറും.
സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. സ്ത്രീ പ്രവേശിപ്പിക്കുന്ന നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ആ പ്രശ്നമെല്ലാം തന്നെ ബഹുമാനപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. സുപ്രീം കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. അതിന്റെ നാനാവശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കുമല്ലോ സുപ്രീം കോടതി തീരുമാനമെടുക്കുക. അതിന്റെ നാനാവശങ്ങളും പരിശോധിച്ച് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നതായിട്ടുള്ള പല ആചാരാനുഷ്ഠാനങ്ങളുടെ മേൽ നിയമനിർമ്മാണങ്ങൾ നടത്തി പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെടുത്തിയതുപോലെ സുപ്രീം കോടതി ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് പൊതുസമൂഹത്തിന് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാം. വരൾച്ചയെ അതിജീവിക്കാനുള്ള പ്രാഥമിക നടപടികൾ സർക്കാർ സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ആദ്യപടി എന്നോണം വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സഹായം എത്തിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ പലയിടങ്ങളിലും വലിയ വരൾച്ചയുണ്ടാകും. ആ വരൾച്ച വരുന്ന മുറക്ക് അത് പരിഹരിക്കാൻ ആവശ്യമായ മുന്നൊരുക്കം എന്ന നിലക്ക് ഗവൺമെൻറ് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ എവിടെയാണ് അതിരൂക്ഷമായ വരൾച്ച, വയനാട് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം പ്രദേശങ്ങളിൽ ആവശ്യമായ സഹായം എത്തിക്കാൻ ഗവൺമെൻറ് ഭാഗത്ത് നടപടിയുണ്ടാകും. തുടർന്ന് നവംബർ മാസം എത്തുമ്പോൾ കാലവർഷത്തെ പ്രത്യേകിച്ച് തുലാവർഷത്തിൻ്റെ അളവിൻ്റെ കൂടി കണക്ക് എടുത്തുകൊണ്ടായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാകുക. ആവശ്യം വരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഏത് മേഖലയിൽ വരൾച്ചയുണ്ടായാലും അതിനെ നേരിടാനുള്ള സന്നദ്ധതയാണ് ഗവൺമെൻറ്. വാർത്തകളിലേക്ക്. പൂർണ്ണമായോ ഭാഗികമായോ കുത്തിവയ്പ്പെടുക്കാത്ത 34,892 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ ഇനിയുമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. എന്നാൽ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 31-നകം കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനായിരുന്നു തീരുമാനം. മുഴുവൻ കുട്ടികൾക്കും കുത്തിവെപ്പ് നൽകാനുള്ള തീവ്രയജ്ഞ പരിപാടികൾ ഇതോടെ തുടങ്ങി. സെപ്റ്റംബറിൽ 3728 കുട്ടികൾക്ക് കുത്തിവെപ്പ് നൽകി. ഇതിൽ 548 പേർ തീരെ കുത്തിവെപ്പെടുക്കാത്തവരായിരുന്നു. തീരെ കുത്തിവെപ്പെടുക്കാത്ത 5210 കുട്ടികളാണ് ആഗസ്റ്റ് അവസാനം ജില്ലയിലുണ്ടായിരുന്നത്. 33,440 പേർ ഭാഗികമായി കുത്തിവെപ്പെടുക്കാത്തവരും. ഇതിൽ ഇനി ആകെ അവശേഷിക്കുന്നത് 34,892 കുട്ടികൾ മാത്രമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഒക്ടോബർ 31-നകം ഇതുകൂടി പൂർത്തീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതോടെ പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അംഗീകൃത റോഡോ നടപ്പാതയോ പോലുമില്ലാതെ വനത്തിനും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിക്കുമിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് പഞ്ചിക്കലിലെ പട്ടികജാതി കോളനി നിവാസികൾ. പട്ടയം, കുടിവെള്ളം, ശ്മശാനം എന്നിവ ഉൾപ്പെടെ ചക്ല വിഭാഗത്തിൽപ്പെട്ട കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. കാസർഗോഡ് ജാൾസൂർ അന്തർ സംസ്ഥാന പാതയിലെ കർണാടക അതിർത്തിയിൽ അവസാന ജനവാസ കേന്ദ്രമാണ് പഞ്ചിക്കലിലെ ചക്ലിയ SC കോളനി. 12ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇവരിൽ പലരുടെയും കൈവശ ഭൂമിക്ക് ഇനിയും പട്ടയം ലഭിച്ചിട്ടില്ല. 8 പതിറ്റാണ്ടായി ഈ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. കോളനിയിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയുള്ള അന്തർ സംസ്ഥാന പാതയിൽ എത്തിച്ചേരുന്നതിന് റോഡില്ല. രോഗികളെ ചുമന്നുകൊണ്ട് റോഡിൽ എത്തിക്കുന്നതിനിടയിൽ 4 വർഷത്തിനുള്ളിൽ 8 പേർ മരിച്ചതായി കോളനി നിവാസികൾ പറഞ്ഞു. അടിയന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു റോഡ് വേണം. സുഖമില്ല എന്ന് പറഞ്ഞാൽ 300-350 മീറ്ററോളം നമ്മൾ പുറത്തിട്ട് തന്നെ റോഡിലേക്ക് എത്തണം. അതിനിടയിൽ ഒരു 5-8 പേര് ഇപ്പോൾ 2-3 വർഷമായിട്ട് മരിച്ചവരുണ്ട്. റോഡിലെത്തുമ്പോൾ 2-3 പ്രാവശ്യം 350 മീറ്ററിനിടയിൽ 4 അടുത്ത് വെക്കേണ്ടി വരുന്നു. പൊന്തിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. പൊതുമരാമത്ത് റോഡിൽ നിന്നും കോളനിയുടെ അതിർത്തിയിലൂടെ പഴയ കൂപ്പ് റോഡുണ്ട്. ഇത് ഗതാഗത യോഗ്യമാക്കിയാൽ കോളനിക്കാർക്ക് ഉപയോഗിക്കാനാകും. ഇതിന് വനംവകുപ്പിന് അനുമതി വേണം. കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമെടുക്കാനാകുന്നില്ല. ശ്മശാനമില്ലാത്തതിനാൽ മരണപ്പെടുന്നവരെ ഇപ്പോൾ സംസ്കരിക്കുന്നത് വനത്തിലാണ്. ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് കോളനി നിവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.